ജ്ഞാനയോഗം, അറിവിന്റെ വഴി. ജ്ഞാനയോഗം എന്നാൽ അറിവിലൂടെയും വിവേകത്തിലൂടെയും ആത്യന്തിക സത്യം സാക്ഷാത്കരിച്ച് മോക്ഷം നേടുന്നതിനുള്ള മാർഗമാണ്. ഇതാണ് 4 പ്രധാന യോഗങ്ങളിൽ വെച്ച് ഏറ്റവും കഠിനമായി കണക്കാക്കപ്പെടുന്നതും പൂർണ്ണമായും ബുദ്ധിയെയും യുക്തിയെയും ആശ്രയിക്കുന്നതുമായ വഴി. പ്രധാന തത്വങ്ങൾ. ജ്ഞാനയോഗത്തിന്റെ അടിസ്ഥാനം അദ്വൈത വേദാന്തത്തിൽ നോൺ ഡ്യുവലിസം അധിഷ്ഠിതമാണ്. ഇതിന്റെ കേന്ദ്ര തത്വങ്ങൾ ഇവയാണ്. 1. അജ്ഞതയാണ് ബന്ധനം. മനുഷ്യൻ ദുഃഖിതനായി ജനനമരണ ചക്രത്തിൽ സംസാരം കുടുങ്ങിപ്പോകുന്നത് അജ്ഞത, അവിദ്യ മൂലമാണ്. താൻ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്നിവയാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് ഈ അജ്ഞത. 2. സത്യം തിരിച്ചറിയുക. യഥാർത്ഥത്തിൽ ഞാൻ എന്നത് ആത്മാവ്, ആത്മനാണ്. ഈ ആത്മാവ് പരമാത്മാവായ ബ്രഹ്മനിൽ നിന്ന് വേർപെട്ടതല്ല. ആത്മൻ സമം ബ്രഹ്മൻ. ഈ സത്യം വെളിപ്പെടുമ്പോൾ അജ്ഞത നീങ്ങുകയും മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. 3. മോക്ഷം അറിവാണ്. ജ്ഞാനയോഗത്തിൽ മോക്ഷം എന്നത് ഒരു സ്ഥലത്തേക്കുള്ള യാത്ര അല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീങ്ങുക മാത്രമാണ്. അതായത് എപ്പോഴത്തെയും പോലെ സ്വതന്ത്രനായ തന്നെ സ്വയം തിരിച്ചറിയുന്ന പ്രക്രിയയാണിത്. മോക്ഷം നേടുന്നതിനായി ജ്ഞാനയോഗി 4 പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ചില പാരമ്പര്യങ്ങളിൽ സദാന സമ്പത്ത്, സാധന ചതുഷ്ടയം എന്നും പറയും. 1. വേദങ്ങളും ഉപനിഷത്തുകളും പോലുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ ആധികാരികരായ ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടു പഠിക്കുക. താനാണ് ബ്രഹ്മം എന്ന സത്യത്തെക്കുറിച്ച് മഹാവാക്യങ്ങൾ മനസ്സിലാക്കുക. 2. മനനം. ഗുരുവിൽ നിന്ന് കേട്ട സത്യങ്ങളെക്കുറിച്ച് യുക്തിസഹമായി ചിന്തിക്കുക. ആ ആശയങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയും എല്ലാ സംശയങ്ങളെയും ചോദ്യങ്ങളിലൂടെ ഇല്ലാതാക്കുകയും ചെയ്യുക. 3. നിധിധ്യാസനം. ധ്യാനവും ആഴത്തിലുള്ള ധാരണയും. മനനം ചെയ്ത് ഉറപ്പിച്ച സത്യത്തെക്കുറിച്ച് തുടർച്ചയായി ധ്യാനിക്കുക. താൻ ശരീരമല്ല, ശാശ്വതമായ ആത്മാവാണെന്ന സത്യത്തിൽ മനസ്സിനെ സ്ഥിരമായി ഉറപ്പിക്കുക. 4. അനുഭൂതി, സാക്ഷാത്കാരം. നിധിധ്യാസനത്തിലൂടെ താനാണ് ബ്രഹ്മം എന്ന സത്യം അനുഭവത്തിലൂടെ നേരിട്ട് സാക്ഷാത്കരിക്കുന്നു. ഇവിടെ അജ്ഞത പൂർണ്ണമായി നീങ്ങുകയും വ്യക്തി ജനനമരണ ചക്രത്തിൽ നിന്നും മോക്ഷം നേടുകയും ചെയ്യുന്നു. ജ്ഞാനയോഗത്തിൽ ധാർമ്മികമായ ജീവിതം നയിക്കുന്നതും നല്ല ചിന്ത, ക്ഷമ, ഇന്ദ്രിയ നിയന്ത്രണം മോക്ഷത്തിനായി അത്യാവശ്യമാണ്.